ഹായ്, ഇന്ന് ചക്കയാണ് കേട്ടോ. ഇന്ന് അയൽവാസിയിൽ നിന്ന് നല്ലൊരു ചക്ക കൊടുക്കുന്നത്. അപ്പോൾ പഴുത്ത് ഇപ്പം നമ്മൾ കുറേ വെച്ചത്. അപ്പം ഇന്നൊന്ന് വറക്കാമെന്ന് ഉദ്ദേശിക്കും. അപ്പോൾ ഇവനൊന്ന് വെട്ടി ക്ലീൻ ആക്കട്ടെ. ആദ്യം കുറച്ച് എണ്ണ കൈമത്തേക്കട്ടോ. നീരിപ്പഴി ചക്ക നല്ല വളഞ്ഞിനുള്ള ചക്ക കേട്ടോ. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നല്ല പാകത്തെ ഇരുവാട്ടാള്. നല്ല നീളമുള്ള ചവണി ആയതുകൊണ്ട് നല്ല പൊരിക്കാൻ പറ്റിയ സാധനം. സൈഡ് ഇങ്ങനെ വെട്ടി കൊടുത്താൽ നല്ലതിൽ ഇങ്ങനെ കിട്ടും. ആണോ, നല്ല വലിയ ചോള ഇട്ടാ മധുരമില്ല. ഈ ചക്ക ഒക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കട്ടെ. നമുക്കിനി കുരുവൊക്കെ ഒഴിവാക്കി നല്ലതും ഇതുപോലെ ആക്കി എടുക്കട്ടെ. ഇനിയാണ് ടാസ്ക്കുള്ള ഇടപാട്. അപ്പോൾ ഇതാ ചക്ക ഫുള്ള് ക്ലീനാക്കി എടുത്തിരിക്കുന്നു കേട്ടോ. ഇനി ഇതാ ചക്ക ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഞാൻ പൊരിക്കാൻ നമ്മളിങ്ങനെ ഈ സ്ലൈസിൽ നമുക്ക് ഇനി അരിഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതാണ് കനം കുറച്ചിട്ടേ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളാക്കി എടുക്കട്ടെ കേട്ടോ. ചക്ക ഫുള്ള് വെട്ടി ക്ലീനാക്കി ഇതാ ഈ പരുവത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിരിക്കണം കേട്ടോ. ഇനി നമുക്കത് പൊരിച്ചാൽ മതി. നല്ല എളുപ്പമാണ്. നല്ല അടിപൊളി ചക്കക്കുരു വെച്ചതാണ്. നല്ല പൊടിയുള്ള ചക്കക്കുരു. അപ്പോൾ ചക്കക്കുരും കുറച്ച് എടുത്ത് വെച്ചിരുന്നത്. ചക്കക്കുരു ഇതാ ഒന്ന് നമ്മളെ ഇടിക്കണ കുത്തുന്ന സാധനമല്ല, അത് വെച്ചുകൊണ്ട് കുത്തിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് പൊരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് കുത്തിയതാണ്. നല്ല പൊടിയുള്ള നല്ല ചക്കക്കുരു ഉണ്ട്. പിന്നെ ഇതൊക്കെ പൊരിച്ചെടുക്കാം നമുക്ക്. നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നല്ല ചൂടായിക്കണം കേട്ടോ. ഇനി നമ്മളെ ചക്ക കുത്തി അരിഞ്ഞ് വെച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മളെ ചക്ക ചിപ്സ് റെഡിയായി. നല്ല ചൂട് ചക്ക ചിപ്സ് ഇട്ടതാണ്. നല്ല മുരർത്ത് നല്ല പിന്നെ നല്ല ലൈറ്റ് കട്ടൻ ചായ വൈകുന്നേരം ചായക്ക് അടിപൊളി. പിന്നെ എത്ര ആൾക്കാർക്ക് ഇഷ്ടമാണ് ചക്ക ചിപ്സ്? ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.